കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം സെയിം ടൈമിൽ ഇപ്പൊ തൂഫാൻ ഭയങ്കര ശക്തമായിട്ട് കേരളത്തിൽ വരുന്ന പോവാണ്. അപ്പൊ അതിലേക്ക് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആകും ഈ ഒരു സിനിമ. അതായത് ഇപ്പൊ അതിലൊരു മെസ്സേജ് ആയിട്ട് തൂഫാൻ മൂവ്മെന്റിന് തന്നെ ഒരു കോൺട്രിബ്യൂഷൻ ആകത്തില്ലേ? നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ അവസാനം നമ്മൾ എഴുതി കാണിക്കുന്നത് ഗവൺമെന്റിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലേക്കും അതുപോലെ ഓരോ വാർഡിലും ഒരു കളിക്കളം വേണം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കും ഒരു നാടിന്റെ പോരാട്ടത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്ദേശമാണ്. പിന്നെ ഡോക്യുമെന്ററിയിലായിട്ട് ഈ സിനിമ അങ്ങനെ പറയുന്നില്ല. ഇതൊരു സിനിമയാവണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് സിനിമയാവണം. അതാണ് ഈ സിനിമയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഉപദേശക രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. അത് 2 മണിക്കൂർ നമുക്ക് എന്റർടൈനിങ് ആയിട്ട്, എൻഗേജിങ് ആയിട്ട്, ഇൻസ്പിറേഷണൽ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആ സിനിമ ആകുക എന്നുള്ളത് തന്നെയായിരുന്നു ഇത്. പക്ഷേ അതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലഹരിയൊക്കെ മെസ്സേജുകൾ വരെ നമ്മൾ ഉപദേശിക്കാം എന്നുള്ള രീതിയിലല്ല, ഒരിക്കലും അത് ഉപദേശിക്കുന്നില്ല. പക്ഷെ നമുക്ക് ചില ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ലഹരികൾ ലോകത്തുണ്ട്. കാൽപന്ത് ലഹരിയാണ് എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. എല്ലാ സെവൻസിന്റെ പോസ്റ്ററുകളിലും നമ്മൾ സൈഡിൽ ചെറുതായിട്ട് കാണുന്ന ഒരു മെസ്സേജാണ് കാൽപന്താണ് ലഹരി എന്ന് പറയുന്നത്. ഇതും ഒരുപാട് ലഹരികളുണ്ട്. യാത്ര ലഹരിയാണ്, വായന ലഹരിയാണ്, ഭക്ഷണ ലഹരിയാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ലഹരികളുണ്ട്. യുവത്വം അതിലേക്കൊക്കെ തിരിയട്ടെ എന്നുള്ളതാണ്. നമുക്ക് ആൾട്ടർനേറ്റീവായ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മള് ഡ്രഗ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ വേണ്ടെന്ന് പറയണമോ എന്നുള്ളതാണ്. അവരുടെ പ്രായം അങ്ങനെയാണ്. അപ്പൊ കുട്ടികൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പൊ എന്നാൽ മാത്രമേ എന്ത് തൂഫാനാണെങ്കിലും എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് വർക്ക്ഔട്ട് ആവുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല. പകരം സാധനങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കണം അവർ. അപ്പൊ ഈ സിനിമ അർത്ഥത്തിൽ ഉപദേശക സിനിമയൊന്നുമല്ല, പക്ഷെ സിനിമയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്.